എന്റെ അമ്മേ, എത്ര നാളായി എനിക്ക് നിങ്ങളെയൊക്കെ മിസ് ചെയ്യുന്നറിയോ? എത്ര പാടുപെട്ട ഞാൻ ഉറങ്ങിയിരുന്നെന്ന് അമ്മയ്ക്കറിയോ? എനിക്കിതേ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഇരുന്നാ മതി. അതിലപ്പുറം ഒരു സമാധാനം വേറെയില്ല. അച്ഛനും അമ്മയും എന്റെ കൂടെ ഉള്ളപ്പോ എനിക്ക് എന്തൊരു ഉറപ്പാണെന്നറിയോ? അവിടേക്ക് പോയപ്പോ എന്റെ മനസ്സിൽ ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ആ ലക്ഷ്യങ്ങളെ യാഥാർത്ഥ്യമാക്കാനാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാതിരുന്ന. പിന്നെ വരാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല. അല്ലടാ, നീ അവിടെ പറഞ്ഞിട്ടല്ലോ ഇപ്പൊ കേരളത്തിലേക്ക് വരാൻ ഒരു കാരണമുണ്ടെന്ന്. അതെ, ഒരു കാരണമുണ്ട്. എന്ത് കാരണം? അത് ചെറിയ കാരണമൊന്നും അല്ല സാർ. ആ കാരണത്തിന് ഒരു പക വീട്ടലിന്റെ സുഖമുണ്ട്. ഒരിക്കൽ നമ്മൾ എല്ലാവരെയും അപമാനിച്ചിറക്കി വിട്ട ഒരിടത്തേക്ക് എനിക്ക് എന്റെ അച്ഛനെയും അമ്മയും കൊണ്ട് ചെല്ലണം. എവിടേക്ക്? ആ ചോദ്യത്തിനുള്ള മറുപടി ഞാൻ നാളെ പറയാം. അമ്മ ഇപ്പൊ വാ, എനിക്കൊരു ചായ എടുക്കാം. ഞാൻ പിടിക്കാം. അപ്പോ സാറിന് വീട് ഇഷ്ടപ്പെട്ടോ? ആ, ഇഷ്ടപ്പെട്ടു. ഞങ്ങള് വിചാരിച്ചതിനേക്കാളും വലിയ വീടാ. എല്ലാ സൗകര്യമുണ്ട്. രാമകൃഷ്ണൻ അങ്ങനെയാ, ആരെയും പറ്റിക്കില്ല. കൊല്ലം 10-20 ഈ ഫീൽഡിൽ ഇറങ്ങിയിട്ട്. സത്യസന്ധതയാ എന്റെ മൂലധനം. നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ഇത്രയും സൗകര്യങ്ങളുള്ള വസ്തുവും വീടും വേറെ ഉണ്ടാവില്ല. വാസ്തുപ്രകാരം നിർമ്മിച്ച വീടാ. ചുറ്റും പച്ചപ്പ്, കുടിക്കാൻ നല്ല 1-ാം തരം കിണർ വെള്ളം, പൈപ്പ് കണക്ഷൻ വേറെ ഉണ്ട്. എന്നാലും കിണറ്റിലെ നീരുറവയിൽ നിന്ന് വരുന്ന കണ്ണീര് പോലത്തെ വെള്ളം കുടിക്കാനുള്ള ഭാഗ്യം ഇപ്പൊ അങ്ങനെ ആർക്കും കിട്ടാറില്ല, പ്രത്യേകിച്ച് നഗരങ്ങളിലെ വീടുകളിൽ. പക്ഷേ അത് ഈ വീട്ടിൽ കിട്ടും. അതാണ് ഇവിടത്തെ ഒരു ഹൈലൈറ്റ്. ഈ വീടിന് എത്ര കാലത്തെ പഴക്കം വരും? ഒരു 18. അധിക കാലമൊന്നും ആയിട്ടില്ല. ഇനി ഒരു 100 വർഷം സുഖമായിട്ട് ജീവിക്കാം. വീട് മാത്രല്ല, ഇവിടുത്തെ ഫർണിച്ചേഴ്സും ഞങ്ങൾക്ക് വേണം. അതിനെന്താ സംശയം, അല്ലേ മാഡം? അതെ, വീടും ഇതിലെ സാധനങ്ങളും ഉൾപ്പെടെയാ കച്ചവടം ചെയ്യുന്നത്. ഇവളിതെന്തിന്റെ പുറപ്പാടാ ഈശ്വര? എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശാപാ ഇവളെ മരുമകളായി കിട്ടിയത്. അപ്പോ മാഡം, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇവർക്ക് അല്പം തിരക്കുണ്ട്. ദീപു, എഗ്രിമെന്റ് എടുക്ക. നിങ്ങൾ വായിച്ചു നോക്കി സൈൻ ചെയ്യും. നന്ദന, ഒന്ന് വരൂ. രണ്ടു 3 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വീട്ടിൽ നിന്ന് നമ്മളെ ആ വീട്ടുകാരെല്ലാരും ചേർന്ന് അപമാനിച്ചടിച്ചിറക്കി വിട്ടു. പണക്കാരനല്ലാതായി പോയി എന്നത് നമ്മൾ ചെയ്ത കുറ്റം. പാവപ്പെട്ടവരെന്നതിന്റെ പേരിലായിരുന്നു നമ്മൾ ഇത്രയും നാളെ നാണം കെട്ടതും നമ്മളെ ഒരു നാണം കെടുത്തിയതും. കീറി മുറിക്കപ്പെട്ട മനസ്സോടെ തകർന്ന നമ്മളെല്ലാവരും അന്നാ പടിയിറങ്ങി പോകുന്നത്. അതൊക്കെ അവസാനിച്ചില്ലടാ, നീ അതൊക്കെ വിട്ടുകളാ. അതെല്ലാം അവസാനിച്ചു. പക്ഷേ ഞാൻ അവിടെ നിന്ന് ആരംഭിച്ചു. ഞാൻ ആരംഭിച്ചതുകൊണ്ടായിരിക്കാം ദൈവം ഇത് എന്റെ കയ്യിൽ കൊണ്ടു തന്നത്. മോൻ എന്തൊക്കെയാ പറഞ്ഞു വരുന്നേ? ഞങ്ങൾക്കാർക്കും ഒന്നും മനസ്സിലായില്ല. ആദ്യം അമ്മ ഇതൊന്ന് വാങ്ങ, പ്രാർത്ഥനയോടെ വാങ്ങിക്കാം.
കൊട്ടാരം പോലുള്ള ഒരു വീടും അതിരിക്കുന്ന പറമ്പും ഞാൻ വിലയ്ക്ക് വാങ്ങിയ എന്റെ ആധാരം ഇത്. ഇപ്പൊ ഒന്നല്ല, ഇതുപോലൊരു 9 വീട് വിലയ്ക്ക് വാങ്ങാനുള്ള സ്ഥിതി എനിക്കുന്നുണ്ട്. പക്ഷേ ഈ വീട് തന്നെ ആദ്യം എന്റെ കയ്യിലേക്ക് വന്നു ചേർന്നത് ദൈവത്തിന്റെ മാജിക്ക. ഞാൻ വിലയ്ക്ക് വാങ്ങിച്ച വീട് ആരുടേതാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് സങ്കല്പിക്കാവോ? പ്രതാപവർമ്മ സാറിന്റെ ബംഗ്ലാവ് വിറ്റു. ആ വീട് ഇടനിലക്കാരായ ബിനാമികളെ വെച്ചിട്ട് ഞാൻ വിലയ്ക്ക് വാങ്ങിച്ചു. ആ വീട് ഇപ്പൊ നമ്മുടേതാ. അതിന്റെ ആധാരമാണ് അമ്മയുടെ കയ്യിൽ പെരിക്കുന്നത്. നീ ഇതെന്തൊക്കെയാ പറയുന്നേ? ഞാൻ പറയുന്നത് സത്യം, സത്യം, സത്യം. എന്റെ ദൈവമേ! ഡാ, അപ്പൊ വർമ്മ സാറിനും കുടുംബത്തിനും എന്ത് പറ്റി? മുഴുവനായിട്ടൊന്നും എനിക്കറിയില്ല ചാ. എന്തായാലും കടം കയറിയിട്ടായിരിക്കുമല്ലോ വീടും സ്ഥലമൊക്കെ വിറ്റത്. അപ്പൊ വർമ്മ സാറും കുടുംബവും കുത്തുപാളയെടുത്തു. ഹോ, ഇത് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിലേ കണ്ണൻ ചിരട്ട കൂടി കൊണ്ട് കൊടുക്കുമായിരുന്നു. അയ്യോ, അത് തന്നെ വേണം, അങ്ങനെ തന്നെ വരണം. അമ്മ ഓർക്കുന്നുണ്ടോ എല്ലാം? അന്ന് അവരെല്ലാവരും കൂടെ അവിടെ കാട്ടിക്കൂട്ടിയത്.